ജ്യോതി മാഡം, പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം ഇതും രാഹുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ഏഴിൽ രാഹു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജാതകത്തിൽ, സ്ത്രീ ആയാലും പുരുഷനായാലും ഏഴിൽ രാഹു നിൽക്കുകയും ആ രാഹു ഇത്തിരി ശത്രുക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗുളികനുമായിട്ട് ചേർന്ന് നിൽക്കുകയോ ഗുളികൻ്റെ ദൃഷ്ടി നിൽക്കുകയോ കേതുവായിട്ട് നിൽക്കുകയോ അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് രാഹു ദശാകാലം വരുന്ന സമയത്തൊക്കെ ഒരു ഹിഡനായിട്ട് വേറെ, അതായത് ഭാര്യയല്ലാതെ പരസ്ത്രീകളുമായിട്ട് വേറെ സ്ത്രീകളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാനോ അത് പിന്നീട് രാഹു മോശാവസ്ഥയിലാണെങ്കിൽ പിന്നീട് അത് വളരെ ഒരു ദുർഘടാവസ്ഥ അയാൾക്ക് കൊണ്ടെത്തിക്കാനും ഒക്കെ സാധിക്കും. അപ്പം പല പ്രണയങ്ങളിലേക്കും ഒരു സാഹസികതയോടുകൂടി അത് വീണ്ടും വിചാരമില്ലാതെ ഒക്കെ പല രീതിയിലൊരു പോകാനുള്ള ഒരു ത്വര ആ വ്യക്തികളുണ്ടാവും. അപ്പം ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എനിക്ക് രാഹുവിൻ്റെ ദശാകാലമാണ്, അതുകൊണ്ടാണ് മനസ്സിൽ ഇങ്ങനെ ഉണ്ടെന്ന് രാഹു ഭ്രമാത്മകമായ ചിന്തകൾ കൊടുക്കുന്ന ആളാണ്. പ്രത്യേക ഒരു ധൈര്യം കൊടുക്കും. അപ്പം നമ്മൾ ഇത് നമ്മുടെ നിയമങ്ങൾക്ക് അതീതമായ ഒരു മേഖലയിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു സാഹസികതയും മത്സരബുദ്ധിയും അതിനുള്ള ത്രില്ലും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ യോഗഫലമായിട്ട് അതിൻ്റെ ആ ഒരു അഭിനിവേശത്തിലൊക്കെ ചെയ്തു പോകാനുള്ള സാധ്യതകളുണ്ട്. അത് പിന്നീട് നമുക്ക് പലതരത്തിലുള്ള ഈ ദോഷഫലങ്ങളുണ്ടാക്കും. അപ്പം ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഏത് ദശാകാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് ഇത്രയേറെ അഭിനിവേശത്തിലേക്ക് ഞാനിങ്ങനെ വഴിവിട്ട് സഞ്ചരിക്കുന്നത് എന്നുള്ളത് അറിയാൻ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ വ്യക്തിയുടെ കൂടെയുള്ള ആൾ അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ ഇത് തിരിച്ചറിയാൻ വേണ്ടി ഒരു അസ്ട്രോളജറെ സമീപിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കുകയും ചെയ്യുക. ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ളൊരു അഭിനിവേശം കാണുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഒരു നോർമൽ അല്ല അബ്നോർമലിലേക്ക് പോവുക, ലഹരി ധാരാളം ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക, എല്ലാത്തിനും അതിൽ കവിഞ്ഞൊരു ആത്മവിശ്വാസം കാണിക്കുക, പണത്തോട് കൂടുതൽ അഭിനിവേശം കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ പ്രണയത്തോടും. പ്രണയം എന്ന് പറഞ്ഞത് ശരിയായ പ്രണയമല്ലത്, അഭിനിവേശമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വന്നാൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു മാറി നിന്നൊരു വിശകലനം ചെയ്ത് അവനവന് തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ലെങ്കിൽ പിന്നീട് കരകയറാൻ പറ്റാത്ത വിധത്തിൽ രാഹു പോകും, ദശാകാലവും കഴിഞ്ഞ് പോകും. അന്നേരത്തേക്ക് ഇയാൾ പെട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ് ജ്യോതിഷം ഒരു വഴികാട്ടിയാവുന്നത്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.